സാമ്പാറില്ലാതെ എന്ത് സദ്യയല്ലേ? സദ്യയിൽ മാത്രമല്ല, ദോശയ്ക്കും ഇഡലിക്കുമെല്ലാം കോംബോ സാമ്പാർ തന്നെയാണ്. സത്യത്തിൽ സാമ്പാർ ഒരു മലയാളിയാണോ? എങ്ങനെയാണ് സദ്യയിൽ സാമ്പാർ ഒന്നാമനായത്? അതിന് സാമ്പാർ എങ്ങനെ ഉണ്ടായി എന്ന് ആദ്യം അറിയണം. ആരാണ് ആദ്യമായി സാമ്പാർ ഉണ്ടാക്കിയതെന്ന് അറിയണം. 17-ാം നൂറ്റാണ്ടിലെ തഞ്ചാവൂർ മറാത്ത കൊട്ടാരത്തിലാണ് ഈ സാമ്പാർ കഥ നടക്കുന്നത്. ശിവാജി മഹാരാജാവിന്റെ മകനും യോദ്ധാവുമായ സാമ്പാജി കൊട്ടാരത്തിൽ സന്ദർശനത്തിനെത്തിയപ്പോൾ കൊട്ടാരം പാചകക്കാരൻ കൊക്കം അല്ലെങ്കിൽ പനംപുളി, പിന്നാർപുളി എന്നൊക്കെ അറിയപ്പെടുന്ന കൊക്കം ചേർത്ത് മഹാരാഷ്ട്ര പരിപ്പ് വിഭവമായ ആംതി വിളമ്പാൻ പദ്ധതിയിട്ടു. പക്ഷേ വിഭവം പകുതി ഭാഗമായപ്പോഴാണ് കൊക്കം തീർന്നുപോയ വിവരം പാചകക്കാരന്റെ കണ്ണിൽപ്പെടുന്നത്. പക്ഷേ ബുദ്ധിമാനായ പാചകക്കാരൻ ഉടൻ തന്നെ തിളച്ചു മറിയുന്ന പച്ചക്കറികളും പരിപ്പും ഒക്കെ ചേർന്ന കൂട്ടിലേക്ക് തെക്കൻ വിഭവമായ പുളി എടുത്തിട്ടു. എന്തായാലും ഈ വിഭവം സാമ്പാജിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ഈ വിഭവം സാമ്പാജി ആഹാർ എന്നറിയപ്പെട്ടു. കാലങ്ങൾ കടന്നുപോയപ്പോൾ സാമ്പാജി ആഹാർ സാമ്പാർ എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ രാജകീയ ഭക്ഷണം പിന്നീട് തമിഴ്നാട്ടിലും പിന്നീട് ദക്ഷിണേന്ത്യ മുഴുവനും വ്യാപിച്ചു. തമിഴ്നാട്ടിൽ സാമ്പാർ അല്പം കട്ടിയുള്ളതും കർണാടകയിലേക്ക് വരുമ്പോൾ മധുരത്തിന്റെ അംശമുള്ളതും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തേങ്ങ വറുത്തരച്ചത് മുതൽ പല വ്യത്യസ്ത രീതികളിലും അവതരിപ്പിക്കപ്പെടാൻ തുടങ്ങി. സാമ്പാറിനും ഇങ്ങനെ ഒരു കഥയുണ്ടെന്നത് പുതിയ അറിവാണല്ലേ?